എൻചാരേത്തും സ്നേഹകരം ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻചാരേത്തും സ്നേഹകരം മരുഭൂവിൽ വാടി തളർന്നിടുമ്പോൾ ചേതനയറ്റു പതിച്ചിടുമ്പോൾ മരുഭൂവിൽ വാടി തളർന്നിടുമ്പോൾ ചേതനയറ്റു പതിച്ചിടുമ്പോൾ പുതുജീവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം ദൈവത്തിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം ആയതിനാഴം ആർക്കു വർണ്ണിക്കാം ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ എൻചാരേത്തും സ്നേഹകരം. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു മാഡം. ഒരു സുഹൃത്തിന്റെയോ ഒരു റിലേറ്റീവ്സിന്റെ ഒക്കെ തന്നെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു മീറ്റിംഗിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. എന്റെ പേര് മുനീർ, ഞാൻ ഇവിടെ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി കിനാലൂർ സ്വദേശിയാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ പതിവ് പോലെ എന്നും നമ്മുടെ ഒരു ബിസിനസ് ഓറിയന്റേഷൻ പ്രോഗ്രാം ആയിട്ട് നടത്തല് ഇപ്പൊ നമുക്കറിയാം, ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഓൾറെഡി 3 ആഴ്ച കഴിഞ്ഞ് നമ്മൾ തേനീച്ച വളർത്തലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള ക്ലാസ് ആണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കമ്പനി ഒരു പ്രോജക്ട് ബേസ് ചെയ്ത കമ്പനിയാണ്. കാരണം ഒരു പ്രൊഡക്റ്റ് ബേസ് കമ്പനി അല്ല. നമ്മള് ഒരുപക്ഷെ നമ്മളൊക്കെ തന്നെ പ്രൊഡക്റ്റ് ബേസ് കമ്പനി ആയിട്ട് നമ്മൾ പരിചയമുള്ള ആളുകളായിരിക്കാം. അപ്പൊ നമ്മൾ അതിലൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരായിരിക്കാം. അപ്പം സമൂഹത്തിന്റെ പല ഭാഗത്തൊക്കെ വന്ന ആൾക്കാരുണ്ടാകും ഇന്നത്തെ ഒരു മീറ്റിംഗിലേക്ക്. സാധാരണക്കാരായ വീട്ടമ്മമാരുണ്ടാവും, അതുകൊണ്ട് തന്നെ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, മറ്റു പല ബിസിനസ് ചെറുകിട സംരംഭങ്ങൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് ഒരു തേനീച്ച വളർത്തലായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ്. അപ്പൊ നമുക്കറിയാം, മറ്റു കഴിഞ്ഞ ആഴ്ചകളൊക്കെ തന്നെ നമ്മളൊക്കെ ആ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്ത ആൾക്കാരാണ്. അപ്പൊ ഞാൻ നമ്മുടെ കമ്പനിയുടെ പറ്റി പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അവതരിപ്പിച്ചുകൊണ്ട് നമുക്ക് ആ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ കമ്പനി ട്രൂവിൻ ഇ മെർക്കൻഡൈൽ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്. നമ്മുടെ കമ്പനിയുടെ പേര് ട്രൂവിൻ എന്ന് വെച്ചാൽ സത്യസന്ധമായ വിജയം. ഇ മെർക്കൻഡൈൽ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇ മെർക്കൻഡൈൽ മൾട്ടി പോയിന്റ് മെർക്കൻഡൈൽ എന്ന് വെച്ചാൽ സാധാരണക്കാരനായ ആളുകളെ ഒരു കുടക്കയിൽ കൊണ്ടുവന്നിട്ട് അവരെ സംരംഭരാക്കി മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മുടെ കമ്പനി പിറവിയെടുത്തത്. കൊണ്ടോട്ടിയിലാണ് നമ്മുടെ കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് വരുന്നത്. മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ സ്വദേശി അബ്ദുൽ ഖാദർ സൂരി എന്ന ആളാണ് നമ്മുടെ കമ്പനിയുടെ CMD. ഇപ്പൊ നിലവിൽ ഒരു 1.5 വർഷം കഴിഞ്ഞ് നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് നിലവിൽ ഒരു 15,000 ഹാപ്പി മെമ്പേഴ്സ് നമ്മുടെ കമ്പനിയിലുണ്ട്. അപ്പൊ നമുക്കറിയാം, സാധാരണക്കാരനായ ആളുകൾക്ക് ഇന്ന് നമുക്കറിയാം ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് 3 കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ ഓരോ ആളുകളെയും ഒരു സമ്പന്നതയിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ കമ്പനി ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ഹെൽത്ത് ആണ്. ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെൽത്ത് ഉണ്ടാവും. വെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഹാപ്പിനെസ്സിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പം ഇവിടെ നമ്മുടെയൊക്കെ പ്രസ്ഥാനം ഒരു പദ്ധതികൾ കൊണ്ടുവന്നിട്ട് ഒരു 10ഓളം പദ്ധതികൾ ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ട് അവിടെ നമ്മൾ പൊതു സാധാരണക്കാരൻ ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ ഒരു സംരംഭരാക്കി മാറ്റുക. ഒരു സംരംഭരാക്കി മാറ്റുന്നതിലൂടെ അവർക്ക് എന്താണ് ഒരു ജീവിതത്തിൽ ഒരു അസാധാരണക്കാരനാക്കി മാറ്റാൻ പറ്റുന്ന അവസരമാണ് നമ്മുടെ കമ്പനി കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ കമ്പനി കൊണ്ടോട്ടി ഞാൻ പരിചയപ്പെടുത്തി. ഇപ്പൊ നമുക്കറിയാം, ഇവിടെ പല ആളുകളും സമൂഹത്തിൽ നമുക്കറിയാം പാവപ്പെട്ട ആൾക്കാരും അതുകൊണ്ട് തന്നെ വീട്ടമ്മമാർ ആൾക്കാരൊക്കെ തന്നെ ചെറുകിട സംരംഭങ്ങളൊക്കെ ചെയ്തു പോകുന്ന ആൾക്കാരുണ്ടാവും. ഒരുപക്ഷെ കുടിൽ വ്യവസായം, ഇനി അതല്ലെങ്കിൽ പച്ചക്കറി കൃഷി, ഇനിയല്ല മത്സ്യകൃഷി, ഇങ്ങനെ പലതും ചെയ്ത് ആളുകളൊക്കെ ഉണ്ടാവും നമ്മുടെ കൂടെ തന്നെ. ഇത്തരം ആളുകളെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ അവർക്ക് നല്ല വ്യക്തമായിട്ടുള്ള ടീച്ചിങ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ ഓരോ വ്യക്തിനെയും ഒരു കുടക്കീൽ കൊണ്ടുവന്നിട്ട് ഒരു സംരംഭരാക്കി മാറ്റുന്നതാണ് നമ്മുടെ കമ്പനി ലക്ഷ്യം വെക്കുന്നത്. ഇപ്പൊ ഇത്തരം ആശയങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും ചുരുക്കമായിരിക്കാം ഇത്തരം കമ്പനികൾക്ക്. മൾട്ടി പോയിന്റ് മെർക്കൻഡൈൽ എന്ന ഈ ഒരു സിസ്റ്റം, ഈ മെർക്കൻഡൈൽ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപക്ഷെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും പരിചയപ്പെടുന്നത്. ഡയറക്ട് സെല്ലിങ്ങും ഇ-കൊമേഴ്സ് ഒക്കെ തന്നെ ഒരുപക്ഷെ നമ്മളൊക്കെ പരിചയപ്പെട്ട ആളുകളായിരിക്കാം. ഇവിടെ നമ്മൾ ഈ ഒരു പ്രസ്ഥാനം കൊണ്ടുവരുന്ന പദ്ധതികൾ നമുക്കറിയാം, ഫാമുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ആയിട്ട് വരുന്ന പ്രോജക്റ്റുകൾ, അതുപോലെ ടൂറിസം, മറ്റു പല പ്രോജക്റ്റുകൾ നമ്മളെ കമ്പനി കൊണ്ടുവരുന്നത്. അപ്പൊ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഇന്ന് തേനീച്ചയായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ആണ്
നമുക്കിവിടെ എടുത്തു തരാൻ വേണ്ടി പോകുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ച് മുന്നോട്ട് പോകുന്നില്ല. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നാളേക്ക് പറയാൻ വേണ്ടി പറ്റും. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് നമ്മളെ പ്രൊജക്റ്റായിട്ട് ബന്ധപ്പെട്ട തേനീച്ച വളർത്തൽ എങ്ങനെയാണെന്നുള്ളതും അതിൽ നമ്മൾ 2-3 സ്റ്റെപ്പ് നമുക്ക് ഓൾറെഡി ഇപ്പം കഴിഞ്ഞു. അടുത്ത ഒരു സ്റ്റെപ്പാണ് ഇപ്പം നമുക്ക് സാറ് എടുത്തു തരാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇന്നത്തെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ സാറിനെ ഞാൻ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. സാറിന്റെ പേര് എബി ജോൺ സാറ്. സാറിന് ഞാൻ ഇന്നത്തെ ഒരു ക്ലാസ് വ്യക്തമായിട്ട് തേനീച്ച വളർത്തലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ഓക്കെ, പ്ലീസ് സാർ. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ സാർ. ഓക്കെ, എൻ്റെ പേര് എബി, കൊട്ടാരക്കരയാണ് വീട്. നമ്മൾ 2 ക്ലാസ് കഴിഞ്ഞു. ഇന്ന് 3-ാമത്തെ ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പലതരത്തിലുള്ള തേനീച്ചകളെ കുറിച്ച് ചിന്തിച്ചായിരുന്നു. 2ാമത്തെ ക്ലാസ്സിൽ നമ്മൾ വളർത്തുന്ന തേനീച്ച 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. 1 കുത്തുന്ന തേനീച്ചയാണ്, 2 കുത്താത്ത തേനീച്ചയാണ്. കുത്തുന്ന തേനീച്ചയെ കുറിച്ച് നമ്മൾ കുറച്ച് വിശദമായിട്ട് ചിന്തിച്ചു വരികയായിരുന്നു. നമ്മുടെ തേനീച്ചകളും മനുഷ്യനുമായിട്ടുള്ള ബന്ധം പണ്ട് മുതലേ ഉള്ളതാണ്. ഷഡ്പദ ജീവിയായ തേനീച്ച ഒരു സമൂഹമായി, ഒരു കുടുംബമായി ജീവിക്കുന്നതിനോടൊപ്പം അതുപോലെ തന്നെ മനുഷ്യനും ഒരു സമൂഹ ജീവിയാണ്. കുടുംബമായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യനും തേനീച്ചയും. അങ്ങനെ അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം തേനീച്ചയും മനുഷ്യനുമായിട്ട് ഉണ്ട്. അതിപ്പം തുടങ്ങിയതല്ല, പണ്ട് മുതലേ, മനുഷ്യന്റെ തുടക്കം മുതൽ തന്നെ തേനീച്ചകൾ അവന്റെ സന്തത സഹചാരിയായിരുന്നു. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കുന്നത് പുരാതന എഴുത്തുകള്, ചിത്രങ്ങള്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മനുഷ്യർ ഗുഹകളിൽ വസിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിലൊക്കെ ആ ഗുഹാഭിത്തികളിലൊക്കെ തേനീച്ചകളുടെ ചിത്രങ്ങളും മറ്റുമൊക്കെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പണ്ടുള്ള നാണയങ്ങളിലൊക്കെ തേനീച്ചകളുടെ ചിത്രങ്ങൾ വരുവാനിടയായിട്ടുണ്ട്. ഈ മനുഷ്യനുമായിട്ടുള്ള ബന്ധം തേനീച്ചകൾ തുടരുമ്പോൾ തന്നെ മനുഷ്യന്റെ ഒരു ഭക്ഷണമായിരുന്നു ഈ തേനും അതിനോടൊപ്പം വരുന്ന പൂമ്പൊടിയും അതിൻ്റെ ബ്രൂഡ്, അതിൻ്റെ മുട്ട, പുഴു, സമാധി അടങ്ങുന്ന ബ്രൂഡ്, ഇതെല്ലാം മനുഷ്യന്റെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമായിരുന്നു. നമ്മുടെ തേനിന്റെ ഉപയോഗം വളരെ കുറവാണ്. നമ്മൾ തേൻ ഉപയോഗിക്കുന്നത് പലപ്പോഴും മരുന്നിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. എന്നാൽ പ്രാചീന മനുഷ്യർ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തേൻ ഉപയോഗിച്ചിരുന്നു. അതിനോടൊപ്പം വരുന്ന പൂമ്പൊടി, ബ്രൂഡ് എല്ലാം അവരുടെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തേനീച്ചകളെയും കൂടെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ തേനീച്ചകൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ 4 വർഷം വരെ ജീവിതം മാത്രമേ മനുഷ്യനുണ്ടാവുകയുള്ളൂ. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തേനീച്ചകൾ പ്രകൃതിയിൽ തേനെടുത്ത് നമുക്ക് തരുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ വിളകളെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ തേനീച്ചകൾ സഹായിക്കുന്നുണ്ട്. പരാഗണകാരിയാണ് നമ്മുടെ തേനീച്ച എന്ന് പറയുന്നത്. നമ്മുടെ തേനീച്ച ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പോകുമ്പോൾ അവരുടെ ശരീരത്ത് പറ്റിപ്പിടിക്കുന്ന പൂമ്പൊടി അത് മറ്റ് പൂക്കളിലേക്ക് പതിക്കുമ്പോൾ അവിടെ ഒരു പരാഗണം നടക്കുകയാണ്. പൂക്കളുടെ ആൺബീജങ്ങളാണ് പൂമ്പൊടി എന്ന് പറയുന്നത്. ആ ആൺബീജങ്ങൾ ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ പൂവിൽ പരാഗണം നടക്കുകയും വിളകൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ തേനീച്ച ഒരു പൂവിലേക്ക് കടന്ന് തേൻ ശേഖരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ബോണസ് ആണ് പൂമ്പൊടി എന്ന് പറയുന്നത്. അവർ അറിയാതെ തന്നെ അവരുടെ ശരീരത്ത് പറ്റിപ്പിടിക്കുന്നു. അവരുടെ ജീവിതത്തിനും ഈ പൂമ്പൊടി വളരെ അത്യാവശ്യമാണ്. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, തേനീച്ചകളുടെ ആഹാരം എന്ന് പറയുന്നത് തേനും പൂമ്പൊടിയും ചേർന്നിട്ടുള്ള ബീ ബ്രെഡ് എന്ന് പറയുന്ന ആഹാരമാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് തേൻ വേണം, പൂമ്പൊടിയും വേണം. തേനിൽ നിന്ന് അവർക്ക് ഊർജം ലഭിക്കുമ്പോൾ
പൂമ്പിടിയിൽ നിന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകളാണ് അവർക്ക് ലഭിക്കുന്നത്. അങ്ങനെ മനുഷ്യൻ തേനും പൂമ്പിടിയും അതിൻ്റെ ബ്രൂഡുമൊക്കെ ഭക്ഷിച്ച് ആ കോളനികൾ അങ്ങനെ നശിപ്പിച്ച് കളയുകയായിരുന്നു പണ്ട് ചെയ്തിരുന്നത്. എന്നാൽ മനുഷ്യനോടൊപ്പം മനുഷ്യൻ തേനീച്ചകളെ കൂട്ടാൻ തുടങ്ങിയപ്പോൾ അടഞ്ഞ കൂടുകളിലൊക്കെ തേനീച്ചകളെ അവരവർക്ക് കഴിയുന്ന രീതിയിൽ വളർത്താനായിട്ട് ശ്രമിച്ചു. അതിനുവേണ്ടി അവർ ഉപയോഗിച്ചിരുന്നത് വലിയ പഴയ കൊട്ടകള്, മരത്തടിയുടെ വിള്ളലുകൾ, പൊള്ളയായിട്ടുള്ള തടികളൊക്കെ മുറിച്ച് അതിലൊക്കെ തേനീച്ചകളെ വളർത്തി. അങ്ങനെ മനുഷ്യൻ ഈ തേനീച്ചകളെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തതിന്റെ ഫലമായി അടകൾ നശിപ്പിക്കാതെ എങ്ങനെയൊക്കെ തേനെടുക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിക്കുന്നുണ്ടോ ആ രീതിയിലൊക്കെ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഈ അടകൾ നശിപ്പിക്കാതെ തേനീച്ചകളെ കൈകാര്യം ചെയ്ത് തേനെടുക്കുമ്പോഴാണ്, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ വളർത്തി ശീലിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ആദായം ലഭിക്കുക. അങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചട്ടങ്ങൾ, ആ ചട്ടങ്ങൾ ക്രമീകരിച്ച് അതിനൊരു അളവൊക്കെ നിയമിച്ച് തേനീച്ചകളെ ഈ കൂട്ടിൽ വളർത്താമെന്ന് കണ്ടുപിടിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് LL ലാങ്സ്ട്രോത്ത് എന്ന് പറയുന്നത്. 1851 ഈ ഇളക്കിയെടുക്കാൻ പറ്റുന്ന ചട്ടങ്ങളോട് കൂടിയിട്ടുള്ള തേനീച്ചയ്ക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള സ്പേസ് കണ്ടുപിടിച്ച് തേനീച്ചകളെ വളർത്താൻ വേണ്ടിയിട്ട് ഒരു കൂട് നിർമ്മിച്ചത്. അത് നമ്മുടെ ഇന്ത്യൻ തേനീച്ചയിലല്ല, ഇറ്റാലിയൻ തേനീച്ചകളിലാണ് കൂടുതലായിട്ട് തേനീച്ചകളെ കുറിച്ച് പഠനം നടക്കുന്നത്. ആ തേനീച്ചകളെ വളർത്താൻ വേണ്ടിയിട്ടാണ് LL ലാങ്സ്ട്രോത്ത് 1851 ഇളക്കിയെടുക്കാൻ പറ്റുന്ന ചട്ടങ്ങളോടുകൂടി ഒരു തേനീച്ച കൂട് നിർമ്മിച്ചത്. ആ കൂടിന് അറിയപ്പെടുന്നത് ലാങ്സ്ട്രോത്ത് ഹൈവ് എന്നാണ്. അതിനോടൊപ്പം തന്നെ 1865 മേജർ ഹുഷ്ക എന്ന് പറയുന്ന ഒരു വ്യക്തി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അഥവാ അപകേന്ദ്രിയ ബലം, ആ ഒരു തത്വം ഉപയോഗിച്ച് തേനീച്ചകളുടെ അടകൾ നശിപ്പിക്കാതെ അതിലുള്ള തേൻ എടുക്കത്തക്ക രീതിയിലുള്ള ഒരു ഉപകരണം, ആ ഉപകരണത്തിന് പറയുന്ന പേരാണ് എക്സ്ട്രാക്ടർ. അങ്ങനെ ഒരു ഉപകരണം അദ്ദേഹം കണ്ടുപിടിച്ചു. ആ ഉപകരണത്തിന്റെ സഹായത്തോടെ തേനെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ തേനീച്ചകൾക്ക് പുതിയ പുതിയ അടകൾ കെട്ടേണ്ടതായിട്ടുള്ള ആവശ്യകത വന്നില്ല. പകരം ആ അടകളിലേക്ക് തേൻ സ്റ്റോർ ചെയ്താൽ മാത്രം മതി. തുടർന്ന് 1870 മോസസ് ക്യൂൻബീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തേനീച്ചകളെ വളർത്താൻ വേണ്ടി സഹായിക്കുന്ന പ്രകോപിതരായിരിക്കുന്ന തേനീച്ചകളെ ശാന്തരാക്കാൻ വേണ്ടിയിട്ട് ഒരു പുകതുരത്തി യന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മോക്കർ അത് കണ്ടുപിടിച്ചു. അങ്ങനെ തേനീച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളൊരു കൂട് ലാങ്സ്ട്രോത്ത് നിർമ്മിച്ചു 1851. 1865 മേജർ ഹുഷ്ക അദ്ദേഹം എക്സ്ട്രാക്ടർ കണ്ടുപിടിച്ചു. 1870 മോസസ് ക്യൂൻബീൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു സ്മോക്കറും കണ്ടുപിടിച്ചു. ഈ 3 ഉപകരണങ്ങളുടെ സഹായത്തോടെ വളരെ വലിയ രീതിയിൽ ആളുകൾ തേനീച്ച വളർത്തൽ കൃഷിയിലേക്ക് കടന്നു വരികയുണ്ടായി. തുടർന്ന് വിദേശങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠനം നടക്കുകയും ആ വിദേശത്ത് നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെ ഫാദർ ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു കത്തോലിക്ക പുരോഹിതൻ കേരളത്തിലേക്ക് കടന്നു വരികയും അവിടെ തേനീച്ചകളെ കുറിച്ച്, നമ്മുടെ ഇന്ത്യൻ തേനീച്ചകൾ, നമ്മളെ ഞൊടിയൽ തേനീച്ചകളെ കുറിച്ച് പഠനം നടത്തുകയും ലാങ്സ്ട്രോത്ത് നിർമ്മിച്ച ആ കൂടിന് സമാനമായിട്ടുള്ള ഒരു ചലിപ്പിക്കാവുന്ന അടകളോടുകൂടിയ ചട്ടങ്ങളോടുകൂടിയ ഒരു കൂടിന് രൂപകൽപ്പന ചെയ്തു. അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, ന്യൂട്ടൺ ഹൈവ് എന്ന് പറയുന്ന, ന്യൂട്ടൺ പെട്ടി എന്ന് പറയുന്ന പെട്ടി. ആ പെട്ടിയിലാണ് നമ്മൾ സാധാരണ ഇന്ത്യൻ തേനീച്ചയെ വളർത്തുന്നത്. അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ന്യൂട്ടൺ പെട്ടിയുടെ ചട്ടങ്ങൾ എന്ന് പറയുന്ന 6 ചട്ടങ്ങളാണുള്ളത്. ഖാദി ബോർഡ് അതിനെ
8 ചട്ടങ്ങളോട് കൂടിയിട്ടുള്ള കൂടുകളാക്കി പരിഷ്കരിച്ചു. എന്നാൽ മാർത്താണ്ഡം ഭാഗത്തുള്ള വളരെ നല്ല രീതിയിൽ തേനീച്ച വളർത്തൽ സാധ്യമാക്കിക്കൊണ്ടിരിക്കുന്ന മാർത്താണ്ഡത്തുള്ള തേനീച്ച കർഷകർ വ്യാവസായിക അടിസ്ഥാനത്തിൽ തേനീച്ച കൃഷിയെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബ്രൂഡിന്റെ ഹൈറ്റ് കുറയ്ക്കുകയും ഹണി ചേമ്പറിന്റെ ഹൈറ്റ് കൂട്ടുകയും ചെയ്തു. അങ്ങനെ വിവിധ നിലകളിൽ തേനീച്ച പെട്ടികൾ ഫാദർ ന്യൂട്ടൺ കണ്ടുപിടിച്ച തേനീച്ച പെട്ടികൾക്ക് രൂപമാറ്റങ്ങൾ സംഭവിച്ചു. ഖാദി ബോർഡ് പരിഷ്കരിച്ച 8 ഫ്രെയിമിലുള്ള പെട്ടികളൊന്നും ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് അത് ഉപയോഗിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേനിന്റെ കാലാവസ്ഥ എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. ഏതാണ്ട് 1 മാസം 1.5 മാസം നീണ്ടു നിൽക്കുന്ന തേനീച്ച സീസണാണ്, തേന്റെ സീസണാണ് നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ടും കിട്ടുന്നത്. ആ സമയത്ത് ശരിയായിട്ടുള്ള ഒരു തേനുൽപാദനം നടന്നില്ല എങ്കിൽ ആ വർഷം പിന്നെ കൂടുതലായിട്ട് ആദായം അതിൽ നിന്ന് ലഭിക്കുകയില്ല. തന്മൂലം ആ ഖാദി ബോർഡ് 8 ഫ്രെയിം പരിഷ്കരിച്ചുവെങ്കിലും വീണ്ടും ചുരുക്കി 6 ഫ്രെയിമിലേക്ക് അവർ വന്നിരിക്കുകയാണ്. ഇപ്പോൾ അവർ സപ്ലൈ ചെയ്യുന്ന പെട്ടികളൊക്കെ 6 ഫ്രെയിമിലുള്ള പെട്ടികളാണ്. 6 ഫ്രെയിമാണ് നമുക്ക് അനുയോജ്യമായിട്ടുള്ള പെട്ടി എന്ന് പറയുന്നത്. 6 ഫ്രെയിമുള്ള പെട്ടിയാണെന്നുണ്ടെങ്കിൽ ആ സമയം ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് വളർന്ന് മുകളിലേക്ക് ഹണി ചേമ്പറിലേക്ക് ഈച്ചകൾ കയറി അതിലേക്ക് തേൻ പെട്ടെന്ന് ശേഖരിക്കത്തക്ക രീതിയിലുള്ള ഒരു സൈസാണ് ഈ 6 ഫ്രെയിമുള്ള പെട്ടികൾ ഫാദർ ന്യൂട്ടൺ കണ്ടുപിടിച്ച ആ അളവ് എന്ന് പറയുന്നത്. അപ്പോൾ ലാങ്സ്ട്രോത്ത് ഇറ്റാലിയൻ തേനീച്ചയ്ക്ക് ഒരു കൂട് നിർമ്മിച്ചു. ഫാദർ ന്യൂട്ടൺ ഇന്ത്യൻ തേനീച്ചയ്ക്ക് ഒരു കൂട് നിർമ്മിച്ചു. ഇറ്റാലിയൻ തേനീച്ചയെ നമ്മൾ വളർത്താത്തത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നില്ല. ഇന്ത്യൻ തേനീച്ചയാണ് നമ്മൾ കൂടുതലായിട്ട് വളർത്തുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുക ചെയ്യുന്നത്. അപ്പോൾ ആ തേനീച്ചകളെ വളർത്താൻ വേണ്ടിയിട്ട് കൂട് നിർമ്മിച്ചു എന്ന് പറഞ്ഞു. അത് ഖാദി ബോർഡ് പരിഷ്കരിച്ച് 8 ഫ്രെയിമാക്കി. വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർ അതിനെ ചുരുക്കി എന്നും പറഞ്ഞു. കോടങ്കൽ മോഡൽ പെട്ടി എന്നാണ് ആ ചുരുക്കിയ ആ പെട്ടിക്ക് പറയുന്ന പേര്. സാധാരണ ന്യൂട്ടൺ ഹൈവിന് വേറൊരു പേരുണ്ട്, അരുമന പെട്ടി എന്ന് പറയുന്നത്. അരുമന പെട്ടി എന്ന് പറയും. അരുമന പെട്ടിയാണ് സാധാരണ നമ്മൾ ലോക്കൽ ആൾക്കാർ വളർത്തുന്നത്. ലോക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് വെച്ച് കൃഷി ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത്, വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നത് കോടങ്കൽ മോഡൽ പെട്ടിയാണ്. അങ്ങനെ ഒരു പെട്ടിയിലേക്ക് നമ്മൾ തേനീച്ചയെ വളർത്തുമ്പോൾ നമുക്ക് ഒരു പെട്ടി വേണം, ഒരു എക്സ്ട്രാക്ടർ വേണം, ഒരു സ്മോക്കർ വേണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ മുഖത്ത് തേനീച്ചകളുടെ കുത്തേൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുഖാവരണി, ബീവെയിൽ, അത് അത്യാവശ്യമാണ്. അതിനോടൊപ്പം തന്നെ ഒരു കത്തി, തേനട കത്തി എന്ന് പറയും. അങ്ങനെ തേനട കത്തി വേണം. പിന്നെ ഒരു ക്യൂൻ ഗേറ്റ് വേണം, ഒരു ക്യൂൻ ഗേജ് വേണ്ടി വരും, ക്യൂൻ എക്സ്ക്ലൂഡർ വേണ്ടി വരും. ഗ്ലൗസ് ഉപയോഗിക്കുന്നവർക്ക് ഗ്ലൗസ് ഉപയോഗിക്കും, കയ്യിലൊന്നും കുത്തുകൊള്ളാതെ. ഫുൾ സൂട്ടായിട്ട് നമുക്ക് തേനീച്ചകളെ വളർത്താൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഹത്തൊന്നും ഒരു കുത്തും ഏൽക്കാതെ നമുക്ക് ഫുൾ സേഫ്റ്റി ആയിട്ട് നമുക്ക് തേനീച്ചകളെ വളർത്താൻ പറ്റും. അതിനു വേണ്ടിയിട്ട് ഫുൾ സൂട്ട് നമുക്ക് കിട്ടും. അതൊക്കെ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ചിട്ട് നമുക്ക് ഓരോ ഉപകരണങ്ങൾ നമുക്ക് ഉണ്ടാക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ തേനീച്ചയെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതിന്റെ അനന്ത സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കണം. തേനീച്ചയെ വളർത്തൽ മാത്രമല്ല, ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ തേനീച്ച പെട്ടി ഉണ്ടാക്കി വിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. വളരെ ചെലവ് കുറഞ്ഞ രീതിയിലും നല്ല ഫിനിഷിങ്ങിലും ഒക്കെ നമുക്ക് തേനീച്ച പെട്ടികൾ ഉണ്ടാക്കി
വിൽക്കാൻ സാധിക്കുമെങ്കിൽ നമുക്കതൊരു വരുമാന മാർഗമാണ്. അതുപോലെ തന്നെ കത്തി ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് കത്തി ഉണ്ടാക്കി വിറ്റ് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു വരുമാനം കിട്ടും. അതുപോലെ തന്നെ എക്സ്ട്രാക്ടറിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ സംഘടിപ്പിച്ച് എക്സ്ട്രാക്ടർ ഉണ്ടാക്കി വിറ്റ് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നൊരു വരുമാനം കിട്ടും. തയ്ക്കാനൊക്കെ അറിയുന്ന ലേഡീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുഹാവരണി ഉണ്ടാക്കി വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് ഒരു വരുമാനം കിട്ടും. അങ്ങനെ വിവിധ നിലങ്ങളിൽ നമുക്ക് തേനീച്ചകൾക്ക് തേനീച്ചക്കൂട് പരിചരിക്കാൻ വേണ്ടിയിട്ട്, തേനീച്ചക്കൂടിനെ വളർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടോ ആ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് മറ്റുള്ളവർക്ക് വിൽപ്പന നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ നമുക്ക് വരുമാനം നേടാൻ സാധിക്കും. അപ്പോൾ തേനീച്ച വളർത്തൽ മാത്രമല്ല, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ ഉണ്ടാക്കി വിൽക്കുമ്പോൾ അതും ഒരു വ്യവസായമായി മാറുകയാണ്, ഒരു വരുമാന മാർഗമായി മാറുകയാണ് ചെയ്യുന്നത്. കൂടാതെ തേനീച്ചക്കൂട്ടിൽ ഏറ്റവും വിലക്കുറച്ച് കിട്ടുന്ന ഒരു സാധനമാണ് തേൻ എന്ന് പറയുന്നത്. തേനിനേക്കാൾ വിലയുള്ള ഒരു സാധനമാണ് പൂമ്പൊടി. നമ്മുടെ തേൻ സാധാരണ 300, 350, 400 റേഞ്ചിൽ നമ്മൾ തേൻ വിൽക്കുമ്പോൾ പൂമ്പൊടിക്ക് 1 കിലോയ്ക്ക് കിട്ടുന്ന വില എന്ന് പറയുന്നത് 1000, 1200 രൂപയാണ്. അതിലും വിലയാണ് തേനീച്ചകൾ ഉണ്ടാക്കുന്ന മെഴുകിന്റെ വില. മെഴുകിന്റെ വില അതിലും വലുതാണ്. അതിനോടൊപ്പം തന്നെ റോയൽ ജെല്ലി, ഭയങ്കര വിലയുള്ള സാധനമാണ് റോയൽ ജെല്ലി എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ബീവനം, വളരെ വിലയേറിയ ഒരു സാധനമാണ്. തേനീച്ചക്കൂട്ടിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വില കൂടിയ ഒരു സാധനമാണ് ബീവനം എന്ന് പറയുന്നത്. അപ്പോൾ തേനീച്ചക്കൂട്ടിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളാണ് ബീവനം, റോയൽ ജെല്ലി, വാക്സ്, പൂമ്പൊടി, തേൻ. അങ്ങനെ 5 സാധനങ്ങൾ നമ്മൾ ഈ കൂട്ടിൽ നിന്ന് ശേഖരിക്കാൻ സാധിക്കും. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠനം നടത്തുകയും അത് ശേഖരിക്കുന്ന രീതികൾ മനസ്സിലാക്കുകയും അത് വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ നമുക്ക് കൂടുതലായിട്ട് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മൾ സാധാരണ തേനീച്ചകളെ വളർത്തുന്നത് തേനിന് വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷേ മറ്റുള്ള സാധ്യതകളും കൂടെ നമ്മൾ മനസ്സിലാക്കി അതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊക്കെ കൂടുതലായിട്ട് വരുമാനം ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് തേനീച്ച വളർത്തലിൻ്റെ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളെ കുറിച്ച് പറഞ്ഞു. എക്സ്ട്രാക്ടർ വേണം, സ്മോക്കർ വേണം, ബീവേല് വേണം, ഒരു തേനയുടെ കത്തി വേണം, ക്യൂൻ ഗേറ്റ് വേണം, ക്യൂൻ ഗേജ് വേണം, ക്യൂൻ എക്സ്ക്ലൂഡർ വേണം, ഗ്ലൗസ് ആവശ്യമുണ്ടെങ്കിൽ ധരിക്കാം, സൂട്ടായിട്ട് നമുക്ക് ഫുൾ സൂട്ട് നമുക്ക് ധരിക്കാം. അങ്ങനെ പല നിലകളിൽ നമുക്ക് ഓരോ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തേനീച്ചകളെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. മാത്രവുമല്ല, തേനീച്ചക്കൂട്ടിൽ നിന്ന് നമുക്ക് ഉൽപ്പന്നങ്ങൾ നമുക്ക് തേൻ കൂടാതെ ലഭിക്കുന്നുണ്ട്. അതിനെയൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തി നമുക്ക് അതൊക്കെ ഒരു വരുമാന മാർഗമാക്കി തീർക്കാൻ സാധിക്കും. നമുക്ക് കിട്ടുന്ന വാക്സ്, ആ വാക്സിന്റെ വില വളരെ വലുതാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാക്സ് ഉരുക്കി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 600 രൂപ കിട്ടുമെങ്കിലും അതിൽ നിന്നും വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൽ നിന്നൊരു ക്രീം ഉണ്ടാക്കി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ 600 എന്നുള്ളതിൽ ഒരു 6000ത്തിലേക്ക് നമുക്ക് 1 കിലോയ്ക്ക് വില ലഭിക്കും. ആ രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സാധ്യതകളൊക്കെ വളരെ വലുതാണ്. മാത്രമല്ല, തേൻ വിൽപ്പന മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ തേൻ കാന്താരി, തേൻ വെളുത്തുള്ളി, തേൻ മാതളം, തേൻ നെല്ലിക്ക, അങ്ങനെയൊക്കെയുള്ള
സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തേനിനൊരു 350 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ ഇരട്ടി വിലയ്ക്ക് നമുക്ക് ഇതൊക്കെ വിൽക്കാൻ സാധിക്കും. അങ്ങനെ കൂടുതലായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ഇതും നിരന്തരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യുമ്പോൾ ഇതിൽ നിന്നുള്ള സാധ്യതകൾ വളരെ വളരെ ഏറുകയാണ്. ഇപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളായിരിക്കത്തില്ല മറ്റുള്ള വ്യക്തികൾക്ക് അറിയാവുന്നത്. അവരിൽ നിന്നൊക്കെയുള്ള അറിവുകൾ ശേഖരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു വരുമാന മാർഗമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പോൾ തേനീച്ച കൃഷി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു സംരംഭകരായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. തേനീച്ച കൃഷി ചെയ്ത് തേൻ എടുക്കുന്നു, തേൻ വിൽക്കുന്നു. തേൻ വിൽക്കാൻ വേണ്ടിയിട്ട് ആദ്യ സമയങ്ങളിലൊക്കെ വളരെ പാടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ തേനുണ്ട് എന്ന് എല്ലാവർക്കും അറിയത്തില്ല. പക്ഷേ നമ്മളെ ഈ തേനുണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നല്ല രീതിയിൽ നമ്മളിലേക്ക് വരും. ഈ തേൻ ഒരു റോഡ് സൈഡിൽ ഒരു ബെഞ്ചും വെച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഒരു മേശയും വെച്ചിട്ട് 10 തേൻ അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു പോലും നോക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേനെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ചിത്രം എന്ന് പറയുന്നത് മായം എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരു വിശ്വസ്തതയാണ് അവർക്ക് ആവശ്യം. ആ വിശ്വസ്തത നമ്മുടെ ചുറ്റുപാടുകളിൽ അത് നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ പകുതി വിജയിച്ചു എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല സാധനം ഉണ്ടാക്കി നല്ല സാധനം മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ അവർ മുഖേന നമുക്ക് ഒരു പരസ്യം ലഭിക്കുകയും അവർ മറ്റുള്ളവരെ കൂടെ പറഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വിടുകയും അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരസ്യം കൂടാതെ തന്നെ മറ്റുള്ളവരോടുള്ള വിശ്വസ്തതയിൽ നമുക്ക് പരസ്യം വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ പല ആൾക്കാർ ഇത് കൈമാറി ആ പ്രദേശം മുഴുവനും നമ്മൾ തേനീച്ച വളർത്തുന്നുണ്ട് എന്ന് അറിയുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഒരു 3 വർഷം എടുക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തേനീച്ച വളർത്തി ആദ്യ സമയങ്ങളിലൊക്കെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് തേനീച്ച വിൽക്കുന്നതും തേന് വിൽക്കുന്നതും ഒക്കെ. ഇപ്പോൾ ഈ പരിസരത്തു നിന്നല്ല ദൂരത്തു നിന്ന് തന്നെ ആൾക്കാർ കടന്നു വന്നിട്ട് തേൻ വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സാധനം ജെന്യുവനായിട്ടുള്ള സാധനമാണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ദൂരെ നിന്ന് പോലും ആൾക്കാർ വന്നിട്ട് നമ്മുടെ തേൻ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഈ തേൻ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ ആ തേൻ കുറെ നാൾ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ക്രിസ്റ്റൽ രൂപത്തിലാവും. അത് പലരെയും സംശയത്തിന് ഇടയാക്കുന്ന ഒരു സാധനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേനീച്ചയെ വളർത്തുമ്പോൾ അതിന് ഫീഡ് കൊടുക്കും. ആ ഫീഡ് പഞ്ചസാര ലായനി കൊടുത്തിട്ടാണ് വളർത്തുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കും, പഠിക്കും. പക്ഷേ നമ്മളൊരു തേൻ കുപ്പിയിലാക്കി നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിച്ച് അത് കുറച്ച് നാൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ സാധ്യതകളൊക്കെ എങ്ങനെയാണ് എന്താണെന്ന് നമ്മുടെ കസ്റ്റമേഴ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു വിജയം വരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തേനിൻ്റെ ഫാൾട്ട് എന്താണെന്ന് മനസ്സിലാക്കി അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ അതിൽ കൂടുതലായിട്ട് നമ്മൾ ആ രീതിയിലൊന്നും വരാതെ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ തേനെടുക്കുന്ന ഒരു കൂട്ടിൽ നിന്ന് നമ്മൾ തേനെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് പതയാൻ തുടങ്ങും. എന്തുകൊണ്ടത് പതയുന്നു, ആ പതച്ചിൽ നമ്മൾ എങ്ങനെ മാറ്റും എന്നൊക്കെ നമ്മൾ പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്. മാത്രമല്ല നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നമുക്ക് കൂടുതലായിട്ട് തേൻ ലഭിക്കുന്നത് റബ്ബർ തേനാണ്. ആ റബ്ബർ തേൻ നമ്മൾ ശേഖരിച്ച് നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ആ സ്റ്റോർ ചെയ്യുന്ന ആ പാത്രത്തിന്റെ മുകളിലായിട്ടൊരു കറുപ്പ് ടാനിൻ, ആ ടാനിൻ വന്ന് അടിഞ്ഞുകൂടാറുണ്ട്. ആ അടിഞ്ഞുകൂടുന്ന ടാനിൻ അത് എന്തോ മായം ചേർത്തിട്ട് നമ്മൾ കൊടുക്കുന്നതാണെന്ന് അവർ തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെ പല രീതിയിൽ തെറ്റിദ്ധാരണകൾ
ഈ നമ്മളിൽ നിന്ന് വാങ്ങിക്കുന്ന ഉപഭോക്താവിന് വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനെയൊക്കെ ആ സംശയങ്ങളെയൊക്കെ നമ്മൾ അവരിൽ നിന്ന് മാറ്റി കൊടുക്കുമ്പോഴാണ് നമ്മൾ നല്ലൊരു തേനീച്ച കർഷകനായിട്ട് മാറുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് തേനീച്ചകളെ കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു ദിവസം കൊണ്ട് തീരുന്ന ഒരു പഠനമല്ല തേനീച്ച ക്ലാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ സമയം 9:45. എന്തെങ്കിലുമൊക്കെ സംശയം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയാം. തുടർന്നുള്ള ക്ലാസ്സുകൾ നമ്മൾ തേനീച്ച വളർത്തലിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു സാർ. ഇനി ആർക്കും എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സ് ഒക്കെ എന്തെല്ലാം സാറിനോട് ചോദിക്കാം. എന്റെ സമയമാണ്, ഒരു 10 മിനിറ്റ് നേരം. സാറേ, ഈ തേനീച്ച അത് എന്തോരം സ്ഥലം വേണം? ഒരു സ്ഥലവും ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് തേനീച്ച കൃഷി എന്ന് പറയുന്നത്. ഒരു 5 സെന്റ് സ്ഥലം പോലും ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് തേനീച്ച കൃഷി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് തേനീച്ച വളർത്താൻ ആവശ്യമായിട്ട് അത്യാവശ്യം വേണ്ട സ്ഥലം എന്ന് പറയുന്നത് റബ്ബറുള്ള ഏരിയ. റബ്ബർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തേനീച്ച വളർത്താൻ പറ്റും. അത് നമ്മുടെ സുഹൃത്തുക്കളുടെ പുരയിടത്തായാലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അവർക്ക് നമ്മൾ തേനെടുക്കുന്ന സമയത്ത് അവർക്കും എന്തെങ്കിലും കൊടുത്താൽ മതി. അല്ലാതെ നമുക്ക് ഒരു നിശ്ചിത സ്ഥലം ഇതിനു വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും തേനീച്ചപ്പെട്ടി വെച്ചിട്ടുണ്ട്. അതൊന്നും എൻ്റെ സ്ഥലത്ത് ഒരു പെട്ടി പോലും വെച്ചിട്ടില്ല. എനിക്കൊരു 30 സെന്റ് സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു പെട്ടി പോലും ഞാൻ വെച്ചിട്ടില്ല. ചെറുതേനീച്ചപ്പെട്ടി മാത്രമേ വെച്ചിട്ടുള്ളൂ. വലിയ തേനീച്ചപ്പെട്ടി വെച്ചേക്കുന്ന എല്ലാം എൻ്റെ സുഹൃത്തുക്കളുടെയും ഒക്കെ പുരയിടങ്ങളിലാണ്. അതിനു വേണ്ടിയിട്ട് പ്രത്യേക സ്ഥലം വേണ്ട. എനിക്ക് 6.25 സെന്റ് സ്ഥലമേ ഉള്ളൂ. അതിനകത്ത് 6.25 സെന്റ് സ്ഥലമേ ഉള്ളൂ. അത് അവിടെ ഒരു 4 കൂടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വെക്കാൻ ഒരു കുഴപ്പമില്ല. സൈഡില് നമ്മള് കൂട് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഒരു എൻട്രൻസ് ഭാഗമുണ്ട്, ഫ്രണ്ട് ഭാഗം. ആ ഫ്രണ്ട് ഭാഗത്തും ഒരു ഡിസ്റ്റർബും ഉണ്ടാവാൻ പാടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ചകൾക്ക് കയറി ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് യാതൊരു ഡിസ്റ്റർബും ഉണ്ടാവാൻ പാടില്ല. തട്ടിയും മുട്ടിയൊന്നും ചെയ്യാത്ത രീതിയിൽ ഫ്രീ ആയിട്ടുള്ള ഏരിയയിലോട്ട് ഇത് തിരിച്ചു വെക്കണം. അതിന്റെ ഒരു പുറഭാഗത്ത് നിന്നായിരിക്കും നമ്മൾ കൂട് കൈകാര്യം ചെയ്യുന്നത്. ആ കൂട് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഒരു തേനീച്ച നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നിന്ന് ചെയ്യുന്ന ആള് ജസ്റ്റ് ഇങ്ങനെ നിന്ന് പുറമോട്ട് മാറാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് വേണം. അപ്പം ഫ്രണ്ടിലും ബാക്കിലും ഇച്ചിരി സ്പേസ് അറേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഈ കൂട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കൂട് സെറ്റ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ മറ്റേ റബ്ബർ തോട്ടം വേണമെന്നില്ല. പക്ഷെ നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ തേനീച്ച വളർത്താൻ വേണ്ടിയിട്ട് റബ്ബർ തോട്ടങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളർത്താം. അതുണ്ട്, അത് വളർത്താം. റബ്ബർ തോട്ടം ഉണ്ട്. പിന്നെ ഈ 6 സെന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 5-6 കൂടൊക്കെ അവിടെ വെക്കാം, ഗ്യാപ്പുള്ള സ്ഥലങ്ങളിൽ. അത് മുഴുവനും വീടാ, മുറ്റം കുറവാണ്. പിന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ അതിരാവിലെ നമ്മൾ ലൈറ്റ് ഇടുമല്ലോ, പുറത്തേക്കുള്ള ലൈറ്റ് ഇടുമല്ലോ, ആ ഭാഗങ്ങളിൽ കൊണ്ടുവെക്കാതെ ലൈറ്റ് ഇടാത്ത ഭാഗത്തിലേക്ക് കൊണ്ടുവെക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേന്റെ സീസൺ ആകുമ്പം തേനീച്ചകൾ അതിരാവിലെ ഈ ലൈറ്റ് വെട്ടത്ത് വരാൻ ചാൻസ് ഉണ്ട്. ലൈറ്റ് ഇടുമ്പം അത് നേരം വെളുത്തയാണെന്ന് വിചാരിച്ചിട്ട് തേനീച്ചകൾ ഈ ലൈറ്റ് വെട്ടം നോക്കി സഞ്ചരിക്കും. അത് നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും വെക്കാം, ഒരു കുഴപ്പമില്ല. അത് ചെറുതേനയാണോ വലുതേനാണോ? നമ്മൾ വലിയ തേനീച്ചയുടെ കാര്യമാണ് പറഞ്ഞത്. ചെറുതേനീച്ചയുടെ കാര്യം നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല. അത് ക്ലാസ്സുകൾ വരുന്നേ ഉള്ളൂ. ചെറുതേനീച്ച നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം, ഒരു കുഴപ്പമില്ല. ഇതായിരുന്നു എന്റെ സംശയം. കാരണം സ്ഥലം കുറവാണ്, ആഗ്രഹമുണ്ട് സ്ഥലത്ത് വെക്കാൻ പറ്റുമോന്നുള്ളതെന്നറിയാം. സ്ഥലപരിമിതി ഒരു പ്രശ്നമേ അല്ല തേനീച്ച വളർത്തലിന്. അല്ലല്ലേ? നമ്മളെ സുഹൃത്തുക്കളുടെയൊക്കെ പുരയിടങ്ങളിൽ കൊണ്ടുവെക്കാം.
ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി ആർക്കും ഡൗട്ടൊന്നും ഇല്ലല്ലേ? നമ്മൾ അവസാനിപ്പിക്കല്ലേ? ഓക്കെ ഓക്കെ. അപ്പോ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്കറിയാലേ നമ്മുടെ കൂടായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ തേനിൽ നിന്നുള്ള പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടൊക്കെ സാറ് നമുക്ക് ക്ലാസ് എടുത്തു തന്നല്ലേ. അപ്പൊ അതിലൂടെയൊക്കെ തന്നെ നല്ല വരുമാനം ഉണ്ടാക്കിയെടുക്കാനും തേനും അതിന്റെ മറ്റ് പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടും അതിന്റെ ഒരു വരുമാനത്തിന്റെ കാര്യങ്ങളൊക്കെ തന്നെ സാറിന് ക്ലാസ് എടുത്തു തന്നു. അതുകൊണ്ട് തന്നെ ഈച്ചപ്പെട്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ക്ലാസ് എടുത്തു. അപ്പൊ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അടുത്ത ആഴ്ചകളിലൊക്കെ വീണ്ടും പോകേണ്ടതുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ്സിന്റെ യൂട്യൂബ് ലിങ്കൊക്കെ നമുക്ക് ഗ്രൂപ്പ് കിട്ടും. നിങ്ങൾക്ക് ഡൗട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ എന്ത് ചെയ്യുക, വീണ്ടും അത് റിപ്പീറ്റ് ഒന്ന് കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോയിന്റുകളൊക്കെ ആവശ്യമുണ്ടെങ്കിലൊക്കെ ആണെങ്കിൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. ഏതായിരുന്നാലും ഇന്നത്തെ ഒരു മീറ്റിംഗിൽ നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുത്തുന്ന എബി ജോൺ സാറിനും അതുകൊണ്ട് തന്നെ ഇന്ന് പ്രാർത്ഥന ചെലുത്തുന്ന ജെസ്സി തോമസ് മാഡത്തിനും ഇത്രയും സമയം ഈ ഒരു സൂം മീറ്റിംഗിൽ വിലപ്പെട്ട സമയം നിങ്ങൾ ഈ ഒരു ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു മീറ്റിംഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.